ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ നല്ലൊരു മീൻ കറി വെച്ചാലോ. മീൻ മുളക് ഇട്ടതാട്ടോ, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഷ്ണ മീനാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും വെക്കുന്നില്ല, കുറച്ച് മാത്രം കേട്ടോ. നല്ല കഷ്ണങ്ങളൊക്കെ നമുക്ക് പൊരിക്കാനെടുക്കാം, ബാക്കിയുള്ളത് നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവൊക്കെ നന്നായിട്ട് ഇതാ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഇതാ നല്ലതുപോലെ വഴഞ്ഞ് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളകും കൂടി അരിഞ്ഞതുണ്ട്, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വേഗം വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്നും നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇതാ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്ക് ഇളക്കി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ടത് കുറച്ച് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഗ്രേവി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കഷ്ണങ്ങൾ പോലെയുള്ള മീനുകളൊക്കെ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റേ തലയും അതുപോലത്തെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചാൽ നമ്മളുടെ മീൻ കറി ഇവിടെ സെറ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. ചോറൊക്കെ തിന്നാൻ ഈ ഒരു മീൻ കറി മാത്രം മതി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ്. ഈ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, സൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടോ ഏകദേശം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളുടെ കറി ഇതവിടെ സെറ്റാണ് കേട്ടോ.
അപ്പം ഇന്ന് തന്നെ കഴിക്കുമ്പോൾ അത്രക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ മീൻകറി എന്നൊക്കെ പറയുമ്പോൾ ചൂടാറി അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴല്ലേ രസം. ഇന്ന് വെച്ച മീൻകറി നാളെ കഴിക്കണം, അതാണ് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പുളിയും അതൊക്കെ അതിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റുള്ള മീൻകറിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.